വയനാട്ടിൽ കാട്ടാനയെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഗൂഢാലോചനയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. റിസോർട്ട് ക്വാറി മാഫിയയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിന്റെ സ്ഥലം മാറ്റത്തിന് ആക്കം കൂട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് ആരോപണം. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലാണ് ധനേഷ് കുമാറിനെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. ഇതിനിടെ വയനാട് കാട്ടിക്കുളത്ത് ആന ഒരാളെ ചവിട്ടിക്കൊന്നു. കാട്ടാനയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വേട്ടയുടെ ഭാഗമായല്ല കൊല നടന്നത്. വനമേഖലയിലെ റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ധനേഷ് കുമാറിനെ സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിൽ ഇറങ്ങിയെങ്കിലും പുതിയ സർക്കാർ വന്നതോടെ ഇത് റദ്ദു ചെയ്യപ്പെടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നതായും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇപ്പം വയനാട് വൈൽഡ് ലൈഫ് വാർഡനായ ഈ വന്യജീവി കേന്ദ്രത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡനായ ധനേഷ് കുമാറിനെതിരായിട്ട് വയനാട്ടിലെ കരിങ്കൽ ക്വാറി, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം, അതേപോലെ തന്നെ റിസോർട്ട് മാഫിയ, അതുപോലെ തന്നെ വനഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്നും ആയിരക്കണക്കിന് ഏക്കർ തിരിച്ചു പിടിച്ചതിലുള്ള വിദ്വേഷമുള്ളവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു മാഫിയ നടത്തിയിട്ടുള്ളതായ അതീവ ഗൂഢതരമായിട്ടുള്ളതായ അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്താനും ഇതിനിടയിൽ 2 പ്രാവശ്യം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ അയാൾക്കെതിരായിട്ടുള്ളതായ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടി നടത്തിയിട്ടുള്ളതാവാനുള്ളതായ വലിയ സാധ്യത വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നുണ്ട്. കേസ് വിജിലൻസ് ഫോറസ്റ്റ് കൺസർവേറ്റർ നേരിട്ട് അന്വേഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. അതേസമയം വനംവകുപ്പിന്റെ അന്വേഷണ സംഘത്തോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലക്ടർ ഇന്നലെ ഉത്തരവിറക്കി. അന്വേഷണ പുരോഗതി ഒരാഴ്ചയ്ക്കകം അറിയിക്കാനും കലക്ടർ കേശവേന്ദ്രകുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. കാലാവസ്ഥയെ നേർവഴിക്കാക്കാൻ പരിസ്ഥിതി ദിനത്തിൽ വയനാട്ടിൽ ജനകീയ പ്രയത്നം. മുളങ്കാടുകളുടെയും മരങ്ങളുടെയും പുഴകളുടെയും സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജൂൺ 5-ന് തുടക്കമാകുന്നത്. 10 ലക്ഷം മരത്തൈകളാണ് ഇത്തവണ വയനാട്ടിൽ നടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നൽകിയ പാഠങ്ങൾ പച്ചപ്പിന്റെ നല്ല നാളേക്കുള്ള വഴികളാവുകയാണ് വയനാട്ടിൽ. 10 ലക്ഷം മരത്തൈകൾ നടുകയും പരിചരിക്കുകയുമാണ് ആദ്യ ലക്ഷ്യം. വിവിധ സംഘടനകളും വനം വകുപ്പും ഇതിൽ കൈകോർക്കും. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനു കീഴിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഓർമ്മമരം പദ്ധതിയുടെ ഭാഗമായും മരത്തൈകൾ തയ്യാറായി. തണുപ്പിലേക്ക് തളിരിടുകയാണ് ഇവ. വേനലുകളിൽ കബനിയുടെ തീരങ്ങളെ തപിപ്പിച്ച ഉഷ്ണവായുവിനെ പ്രതിരോധിക്കാൻ മുളങ്കാടുകളുടെയും വൃക്ഷങ്ങളുടെയും ജൈവവേലി സൃഷ്ടിക്കുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകതകളിലൊന്ന്. പുഴ സംരക്ഷിക്കാൻ, ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള മുളയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മുള ഏറ്റവും കൂടുതലായിട്ട് പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നീർത്തട നദീതട ജല പദ്ധതി പ്രകാരം ബ്ലോക്ക് തലത്തിൽ കൂടുതൽ പുഴകൾ കണ്ടെത്തി അവിടെയെല്ലാം മുളകൾ നട്ട് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകത. വനത്തിനകത്ത് ഫലവൃക്ഷങ്ങളുടെ വ്യാപനവും പുഴകളുടെ സംരക്ഷണവും എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെയെല്ലാം തുടർച്ചയുമാണ് പരിസ്ഥിതി ദിനത്തിൽ ആരംഭിക്കുക. അനൂപ് കയാർ, വയനാട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി ഈ ടോയ്ലറ്റുകൾ വരുന്നു. 25 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക. പെൺകുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യരക്ഷ മുൻനിർത്തി സ്കൂളുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് വനിതാ ഘടകം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 95 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ടോയ്ലറ്റ് സംവിധാനം സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. പെൺസൗഹൃദ ടോയ്ലറ്റുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം. 5 രൂപ നിക്ഷേപിച്ചാൽ നാപ്കിൻ അടക്കം ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ലഭ്യമാവുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റുകൾ. ഉപയോഗശേഷം ഇവ നിക്ഷേപിക്കാനും വിഘടിപ്പിക്കാനുമുള്ള സംവിധാനവും ഈ ടോയ്ലറ്റുകളിലുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 25 സ്കൂളുകളിലാണ് ഈ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 25 സ്കൂളുകളിൽ ആധുനികമായി ഈ ടോയ്ലറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം PK ശ്രീമതി MP നിർവഹിച്ചു. ഇത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാഥമികമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം പൂർത്തിയാക്കുന്നതോടെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലും പെൺസൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മാലിന്യ സംസ്കരണം കൊച്ചി നഗരസഭയ്ക്ക് വെല്ലുവിളിയാകുമ്പോൾ BPCL-ലുമായി ചേർന്നുള്ള നഗരസഭയുടെ പുതിയ പദ്ധതിയും അവതാളത്തിൽ. പ്ലാസ്റ്റിക് മാലിന്യം പെട്രോളിയം ഉൽപ്പന്നമാക്കി മാറ്റുന്ന 25 കോടി രൂപയുടെ പദ്ധതിയാണ് പിടിപ്പുകേട് മൂലം നഗരസഭയ്ക്ക് നഷ്ടമാകുന്നത്.
മാലിന്യ സംസ്കരണത്തിന് 25 കോടിയുടെ പുതിയ പദ്ധതിയാണ് PPCL മുന്നോട്ട് വച്ചത്. എന്നാൽ പദ്ധതി നടത്തിപ്പിന് മുഴുവൻ തുകയും നഗരസഭയ്ക്ക് നൽകിയാൽ മാത്രമേ സഹകരിക്കാനാവൂ എന്ന നിലപാടാണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ വൈകുന്നത്. പെട്രോകെമിക്കൽ രംഗത്ത് മുൻപരിചയമില്ലാത്ത നഗരസഭയ്ക്ക് മുഴുവൻ തുകയും നൽകി പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്നാണ് BPCLന്റെ ആശങ്ക. വിവരാവകാശ രേഖയിലാണ് പുതിയ മാലിന്യ സംസ്കരണ പദ്ധതി വൈകാനിടയാക്കുന്നതിൽ നഗരസഭയുടെ വീഴ്ച വ്യക്തമാകുന്നത്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. അവരുടെ കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും ഈ രംഗത്ത് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ BPC പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം 25 കോടി രൂപ എന്ത് ഉറപ്പിലാണ് കൊച്ചി നഗരസഭയെ ഏൽപ്പിക്കുക? അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിന് കഴിയില്ല എന്ന് BPC വളരെ വ്യക്തമായി പറയുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് BPCLും നഗരസഭയും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ വിശദാംശങ്ങൾ നഗരസഭ മറച്ചുവെക്കുകയാണ്. പദ്ധതി നടപ്പാക്കാതിരിക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഗൂഢശ്രമമുണ്ടെന്ന ആരോപണവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ RLV രാമകൃഷ്ണനും ബന്ധുക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. മണിയുടേത് കൊലപാതകമാണെന്നും 2 മാസമായി അന്വേഷണം പ്രഹസനമായിരിക്കുകയാണെന്നും സഹോദരൻ രാമകൃഷ്ണൻ പറഞ്ഞു. അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി രാമകൃഷ്ണൻ പറഞ്ഞു. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണം ഫലപ്രദമല്ല. 2 മാസമായി അന്വേഷണം മുടങ്ങിയിരിക്കുകയാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. CBI അന്വേഷണം കൊണ്ട് മാത്രമേ സത്യാവസ്ഥ പുറത്തുവരൂവെന്നും അദ്ദേഹം പറഞ്ഞു. പല കാര്യങ്ങളിലും പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തുന്നില്ല. മണിയുടെ ഉള്ളിൽ വിഷാംശം എത്തിയത് ഗൂഢാലോചനയുടെ ഫലമാണ്. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചിട്ടില്ല. അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് രാമകൃഷ്ണൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിലവിലുള്ള കേസിൽ അതൃപ്തിയുണ്ട്. അപ്പോൾ CBI കൊണ്ട് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CM വളരെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഉടനെ അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മന്ത്രി AC മൊയ്തീൻ, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, BD ദേവസി MLA, സഹോദരി ഭർത്താവ് വിദ്യാധരൻ എന്നിവർക്കൊപ്പമെത്തിയാണ് രാമകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV ഒരുക്കിയ മെഗാ ഷോ ഉത്സവ് 2016 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസാണ് മെഗാ ഷോയ്ക്ക് തിരികൊളുത്തിയത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി തുടങ്ങിയവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളുടെ നൃത്തവും കോമഡി ഷോകളുമായി ഉത്സവ് 2016 വർണ്ണാഭമായി. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു കൈരളി മെഗാ ഷോ ഉത്സവ് 2016 അരങ്ങേറിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആയിരുന്നു മെഗാ ഷോയ്ക്ക് തിരികൊളുത്തിയതും. ആട്ടവും പാട്ടുമായി ഷംന കാസിമും റിമി ടോമിയും സരയുവും അരങ്ങ് തകർത്തു. ഹരിശ്രീ അശോകനും രമേശ് പിഷാരടിയും നർമ്മം കൊണ്ട് ആസ്വാദകരെ കയ്യിലെടുത്തു. ഉണ്ണിമേനോന്റെ മനോഹരമായ ഗാനങ്ങളും തിരുവല്ലയിലെ കലാ ആസ്വാദകർക്ക് വിരുന്നായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 2014-15 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കൈരളി പീപ്പിൾ TVക്ക് പുരസ്കാര പെരുമഴ. 17 അവാർഡുകളാണ് കൈരളി പീപ്പിൾ നേടിയത്. മികച്ച പരിപാടിയായി കൈരളി TV MD ജോൺ ബ്രിട്ടാസിന്റെ JB ജംഗ്ഷൻ തെരഞ്ഞെടുത്തു. EM അഷ്റഫ്, NB ചന്ദ്രശേഖരൻ, ബിജു മുത്തത്തി എന്നിവരും അവാർഡിന് അർഹരായി. 2014-ലെയും 2015-ലെയും സംസ്ഥാന ടെലിവിഷൻ അവാർഡുകളാണ് തിരുവനന്തപുരത്ത് മന്ത്രി AK ബാലൻ പ്രഖ്യാപിച്ചത്. ആകെ 15 അവാർഡുകളാണ് കൈരളി പീപ്പിൾ TV കരസ്ഥമാക്കിയത്. മികച്ച ടെലിവിഷൻ ഷോയായി കൈരളി TV MD ജോൺ ബ്രിട്ടാസിന്റെ JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കൺമണിയുടെയും വാവ സുരേഷിന്റെയും എപ്പിസോഡുകളാണ് അവാർഡിന് അർഹമാക്കിയത്. മികച്ച വാർത്താവതാരകനായി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. മികച്ച ടെലിഫിലുമായി കൈരളി പീപ്പിൾ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫിന്റെ ബോംബിഴൂർ മയ്യഴി അവാർഡിന് അർഹമായി. ബോംബിഴൂർ മയ്യഴിയിലൂടെ EM അഷ്റഫ് മികച്ച സംവിധായകനുമായി. മികച്ച ഡോക്യുമെന്ററിയായി ബിജു മുത്തത്തിയുടെ കേരള എക്സ്പ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്മക്കിളി എന്ന എപ്പിസോഡിനാണ് പുരസ്കാരം. കേരള എക്സ്പ്രസിന്റെ അവതരണത്തിന് ബിജു മുത്തത്തി പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായി. മികച്ച വിവരണത്തിന് പ്രവീൺ ഇറവങ്കര അവാർഡിന് അർഹനായി. ആറ്റുകാൽ പൊങ്കാലയുടെ തത്സമയ വിവരണത്തിനാണ് പുരസ്കാരം. കഥേതര വിഭാഗത്തിൽ മികച്ച അവതാരികയായി ഭാഗ്യലക്ഷ്മിയെ തെരഞ്ഞെടുത്തു. സെൽഫി എന്ന ടോക്ക് ഷോയാണ് അവാർഡിന് അർഹമാക്കിയത്. കഥാവിഭാഗത്തിൽ കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിമായി കോട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടൻ ഉന്മാദം ടെലിഫിലിമിലെ അഭിനയത്തിന് മുരുകൻ അർഹനായി. കോട്ടിയിലെ അഭിനയത്തിലൂടെ അക്ഷയ്, നിതീഷ് എന്നിവർ മികച്ച ബാലതാരങ്ങളായി. ഉന്മാദം ടെലിഫിലിമിലൂടെ ശ്യാമള നടിക്കുള്ള പ്രത്യേക ജൂറി പരാമർശം നേടി.
സഖ്യപുത്രി ദുഃഖപുത്രി എന്ന ഡോക്യുമെന്ററിയും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രയത്നമാണ് ഡോക്യുമെന്ററി. 2015 മികച്ച ബാലതാരമായി ആരോമൽ തെരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞേടത്തിയിലെ അഭിനയത്തിനാണ് അവാർഡ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ച അവാർഡുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാറ്റിവെക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. JB ജംഗ്ഷനെ 2014 മികച്ച ടെലിവിഷൻ ഷോയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരത്തിന് അർഹമാക്കിയത് പാമ്പുകളുടെ തോഴൻ വാവ സുരേഷിനെ കുറിച്ചും വൈകല്യങ്ങളെ മറികടന്ന് കലയുടെ ഔന്നത്യത്തിലെത്തിയ കൺമണിയെക്കുറിച്ചുമുള്ള എപ്പിസോഡുകളാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസാണ് JB ജംഗ്ഷന്റെ അവതാരകൻ. വാവ സുരേഷിനൊപ്പമുള്ള JB ജംഗ്ഷൻ ഒരു ഒഴുക്കായിരുന്നു. എവിടെയും തടഞ്ഞു നിൽക്കാത്ത ഒഴുക്ക്. മനുഷ്യൻ, പ്രകൃതി സ്നേഹി, സർവോപരി പാമ്പുകളുടെ ഉറ്റത്തോടൻ. അവന് ഒരു പേടിയില്ല കേട്ടാ. കണ്ട ഇനി ആരാണ് പെൺപിള്ളേർ വരട്ടെ നോക്കട്ടെ. വാ കണ്ട പുറകിൽ കൂടി നേരെ പുറകിൽ നിന്നുള്ള കടി അപ്പുറത്തേ വരുള്ളൂ, പേടിക്കണ്ട. വാവ ചിരിച്ചപ്പോൾ നമ്മൾ ഒപ്പം ചിരിച്ചു. വാവ കരഞ്ഞപ്പോൾ നമ്മളും. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ ഒരുപാട് പട്ടിണി അറിഞ്ഞു. സുരേഷ് സാരമില്ല സാറേ, വിട്ടു. എന്ത് പറ്റി വാട്ട് ഹാപ്പൻ? ശരിയായി. എന്ത് പറ്റി? വലിയ മൂർഖം പാമ്പുകളെ രാജവെമ്പാലയുടെ ഒക്കെ കളിക്കുന്ന സുരേഷ് എത്ര ആർദ്രമായ മനസ്സിന്റെ ഉടമയാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ മനസ്സിലാക്കണം. വാവയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് JB ജംഗ്ഷനുള്ള സംസ്ഥാന സർക്കാർ ബഹുമതി. പ്രശസ്ത മാധ്യമപ്രവർത്തകനും കൈരളി TV മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് അവതാരകനായ JB ജംഗ്ഷൻ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് കൈരളിയിലും രാത്രി 10-ന് പീപ്പിളിലും സംപ്രേഷണം തുടരുന്നു. നിരവധി ജീവിത കഥകൾ പറഞ്ഞ് ന്യൂസ് ഡെസ്ക്. ജിഷയുടെ അമ്മ രാജേശ്വരി തന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടില്ലെന്ന PP തങ്കച്ചന്റെ വാദം പച്ചക്കള്ളമെന്ന് ജിഷയുടെ പിതാവ് പാപ്പു. വർഷങ്ങൾക്ക് മുൻപ് രാജേശ്വരി തങ്കച്ചന്റെ വീട്ടിൽ മാസങ്ങളോളം ജോലി ചെയ്തിരുന്നതായി പാപ്പു പറഞ്ഞു. തനിക്ക് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ജോളി എന്നയാൾ കഴിഞ്ഞ ദിവസം തന്നെ സമീപിച്ചതായും പാപ്പു വെളിപ്പെടുത്തി. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്ന PP തങ്കച്ചൻ ജിഷയുടെ മാതാവ് രാജേശ്വരി തന്റെ വീട്ടിൽ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വാദം പച്ചക്കള്ളമാണെന്ന് ജിഷയുടെ പിതാവ് പാപ്പു പറഞ്ഞു. തങ്കച്ചന്റെ വീട്ടിൽ രാജേശ്വരി മാസങ്ങളോളം ജോലി ചെയ്തിരുന്നതായി പാപ്പു വ്യക്തമാക്കി. പച്ചക്കള്ളമാണ്, വേറെ ഒന്നുമല്ല. TV-യിൽ ഞാൻ കണ്ടതാ. TV-യിൽ പുള്ളിക്കാരൻ ഈ രാജേശ്വരി എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടില്ല, രാജേശ്വരി അറിയില്ല എന്ന് ഞാൻ ഐസൊലേഷൻ വാർഡിൽ കിടന്നുകൊണ്ട് TV-യിൽ ഞാൻ കണ്ടതാ. അപ്പോൾ അത് പച്ചക്കള്ളാണെന്ന് ഉറപ്പ് തന്നെയാണ്. ആൾ ഇഷ്ടം പോലെ പണിക്ക് പോയിട്ടുണ്ട്, പല ദിവസങ്ങളായിട്ട് പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ്. അത് പല ദിവസങ്ങൾ പല മാസങ്ങളിൽ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അതിന് ഉറപ്പിച്ച് ഞാൻ എപ്പോഴും പറയാൻ തയ്യാറാണ്. പിന്നെ എന്തിനായിരിക്കും തങ്കച്ചൻ നുണ പറയാൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ തങ്കച്ചന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ തങ്കച്ചൻ അങ്ങനെ പറയാൻ ആവശ്യമില്ലല്ലോ. രാജേശ്വരിക്ക് UDF നേതാക്കൾ 15 ലക്ഷം രൂപ നൽകിയതിൽ ദുരൂഹതയുണ്ട്. 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തങ്കച്ചനുമായി അടുപ്പമുള്ള ജോളി എന്നയാൾ തന്നെ സമീപിച്ചിരുന്നതായും പാപ്പു വെളിപ്പെടുത്തി. പുള്ളി പറഞ്ഞെങ്ങനെയാണ്, നീ സമാനപ്പെട്ട ഒരു 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം എന്നതിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 10 ലക്ഷം രൂപ നിനക്ക് മേടിച്ചു തരാം. വ്യക്തിയെ പറഞ്ഞില്ല അവൻ. 10 ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം. അതിപ്പോൾ ഈ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, നമുക്ക് വേറെ വേണ്ടല്ലോ, ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, ആരാധന പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോമോൻ പുത്തുമ്പുരയ്ക്കലിനെതിരെ പരാതി നൽകിയത് തങ്കച്ചനുമായി ബന്ധമുള്ള പഞ്ചായത്ത് അംഗം സുനിലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് കഴിഞ്ഞ ദിവസം പാപ്പു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ തനിക്ക് ഭീഷണിയുണ്ടെന്നും താൻ ഭയന്നാണ് കഴിയുന്നതെന്നും പാപ്പു പറഞ്ഞു. സാലി മുഹമ്മദ്, കൊച്ചി. ജിഷ കൊലക്കേസിൽ ആരോപണ വിധേയൻ PP തങ്കച്ചൻ തന്നെയെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ. തങ്കച്ചനെതിരായ നിർണായക തെളിവുകൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ അന്വേഷണ സംഘത്തിന് കൈമാറി. ജിഷ എന്ന ദളിത് വിദ്യാർത്ഥിനി ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിന് പിന്നിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് PP തങ്കച്ചനും മകനുമാണ് എന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു.
ഇക്കാര്യം തെളിയിക്കുന്ന നിർണായക മൊഴികളാണ് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് നൽകിയത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം തന്നെ ശ്രീ VP തങ്കച്ചൻ തന്നെ ഞാനാണ് ഉന്നത നേതാവെന്നും പറഞ്ഞ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പറയാത്ത അദ്ദേഹം അല്ലാത്തതുകൊണ്ടല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഇത് അന്വേഷിക്കുമ്പോൾ പറയേണ്ടതാണ്. ജിഷയുടെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് തനിക്കെതിരെ പരാതി നൽകിച്ചത് കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന പുതിയ രേഖാചിത്രം അന്വേഷണ സംഘം പുറത്തുവിട്ടു. ജിഷ കൊല്ലപ്പെട്ട ദിവസം വീടിന് പരിസരത്ത് ഒരു യുവാവിനെ കണ്ടിരുന്നു എന്ന പ്രദേശവാസികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ രേഖാചിത്രം തയ്യാറാക്കിയത്. ഏപ്രിൽ 28-നായിരുന്നു മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 14ാം നിയമസഭയുടെ സ്പീക്കറായി P. ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ശ്രീരാമകൃഷ്ണൻ 92 വോട്ടുകൾ നേടിയപ്പോൾ 46 വോട്ടുകൾ മാത്രമാണ് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് ലഭിച്ചത്. PC ജോർജിന്റെ വോട്ട് അസാധുവായി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDFന് 2 വോട്ടുകൾ അധികം ലഭിച്ചപ്പോൾ UDFിൽ നിന്നും 1 വോട്ട് ചോർന്നു. കേരള നിയമസഭയുടെ 22ാമത് സ്പീക്കറായിട്ടാണ് പൊന്നാനി MLA P. ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റത്. 14ാം നിയമസഭയുടെ അധ്യക്ഷനെ പ്രോട്ടോം സ്പീക്കർ S. ശർമ്മയുടെ മേൽനോട്ടത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. P. ശ്രീരാമകൃഷ്ണന് 92 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രന് 46 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. PC ജോർജിന്റെ വോട്ട് അസാധുവാവുകയും ചെയ്തു. പ്രോട്ടോം സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയില്ല. BJP അംഗം O. രാജഗോപാലിന്റെയും UDF ക്യാമ്പിലെ ഒരോട്ടും ചേർത്ത് LDFന് 2 വോട്ട് അധികം ലഭിച്ചപ്പോൾ UDFിൽ നിന്ന് ഒരോട്ട് ചോർന്നു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചേർന്ന് ശ്രീരാമകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. നിയമസഭയെ സംവാദ സംസ്കാരത്തിന്റെ വേദിയാക്കുമെന്ന് ചുമതലയേറ്റ ശേഷം സ്പീക്കർ പറഞ്ഞു. സഭയെ സുഗമമാക്കാൻ വാച്ച് ആൻഡ് വാർഡിന്റെ കായികബലം ആവശ്യമില്ലെന്നും ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. നിയമസഭയെ സംവാദ സംസ്കാരത്തിൻ്റെ വേദിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, വാച്ച് ആൻഡ് വാർഡിൻ്റെ കായിക ബലം കൊണ്ട് നിയമസഭാ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. സഭാപ്രവർത്തനത്തെ സമചിത്തതയോടെ കാണണമെന്നും എല്ലാ അംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കാനും സ്പീക്കർക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. സഭ കാലങ്ങളായി നിലനിർത്തി പരിരക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ പുത്തൻ ജനാധിപത്യ മൂല്യങ്ങൾ കണ്ടെത്തി സഭാ നടപടികളെ നവീകരിക്കുന്നതിനും പുതിയ സ്പീക്കർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പീക്കർ എല്ലാ സഭാംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സഭാംഗങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് അങ്ങയിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്ന് ഭരണപ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളും പുതിയ സ്പീക്കർക്ക് ആശംസകൾ നേർന്നു. അതിനുശേഷം സ്പീക്കറുടെ മുറിയിലെത്തി ശ്രീരാമകൃഷ്ണൻ ചുമതലയേറ്റു. തുടർന്ന് നിയമസഭയിലെ നേതാക്കളുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. ശേഷം മറ്റ് സാമാജികർക്കൊപ്പം ചായ സൽക്കാരത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MLA എന്ന നിലയിൽ പുതുമുഖമാണെങ്കിലും മണ്ഡലത്തിലെ എല്ലാ വികസന കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുമെന്ന് കൊല്ലം MLA മുകേഷ് പീപ്പിൾ TVയോട്. കൊല്ലം മണ്ഡലത്തിൽ മുൻഗണനാക്രമത്തിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുകേഷ് വ്യക്തമാക്കി. വാർത്തയോടെ നാട്ടുവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. അഭിനയ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താൻ MLA എന്ന നിലയിൽ നല്ല പ്രവർത്തനം നടത്തുമെന്ന വാദത്തിലാണ് കൊല്ലം MLA മുകേഷ്. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചിട്ടയോടുകൂടി ഓരോന്നോരോന്നായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏത് പ്രവർത്തനമാണോ ആദ്യം വേണ്ടതെന്ന് തോന്നുന്നത് അതിനകത്തങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന കാര്യങ്ങളെന്നുള്ളത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. മണ്ഡലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ കൃത്യമായ മുൻഗണനാക്രമം പാലിക്കും. അല്ല, തീർച്ചയായിട്ടും ഇപ്പം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും ഉള്ളതാണെങ്കിലും കുറച്ച് കൂടുതൽ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിവെള്ള പ്രശ്നമാണ്. കാരണം ഇവിടെ ശാസ്താംകോട്ട കായലിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റിൽ. തന്റെ മണ്ഡലത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും താൻ ലക്ഷ്യമിടുന്നുവെന്ന് മുകേഷ് വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.